ഹലോ നമസ്കാരം, ഞാൻ ഷിബുരാജ് കാർത്തിക. കാണാ കാഴ്ചകൾ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ കാഴ്ചകൾ ആറ്റുവശ്ശേരി കളപ്പറ്റിനെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറ്റുവശ്ശേരി കളപ്പറ്റിനെക്കുറിച്ച് ഏവർക്കും അറിയാം. എങ്കിലും പുതുതലമുറയ്ക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഞങ്ങൾ കാണാ കാഴ്ചയുമായി വന്നിരിക്കുകയാണ്. ഈ മുത്തശ്ശി കളപ്പറ്റിനെക്കുറിച്ച് ആറ്റുവശ്ശേരി AP രാമകൃഷ്ണൻ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയായ ആറ്റുവശ്ശേരി തുളസീധരൻ നമ്മളോട് അദ്ദേഹത്തിനറിയാവുന്ന കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് കാഴ്ചകളുമായി മുന്നോട്ട് പോകാം. നമസ്കാരം. നമ്മുടെ ഈ കളത്തട്ടിനെ പറ്റി വിശദമായിട്ടൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ കളത്തട്ടിന് ഏകദേശം എത്ര വർഷത്തോളം പഴക്കമുണ്ട്, അതിൻ്റെ ഐതിഹ്യം അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മുടെ ഈ ആറ്റുവശ്ശേരി കളത്തട്ടെന്ന് പറയുമ്പം കളിത്തട്ടാണ് അല്ലേ? കളത്തട്ടല്ല, കളിത്തട്ടാണ്. അതിന് സാംസ്കാരികപരമായൊരു പാരമ്പര്യമുണ്ട്, വിശ്വാസപരമായൊരു പാരമ്പര്യമുണ്ട്. പിന്നെ സാംസ്കാരികപരമായി, വിശ്വാസപരമായി, അനുഷ്ഠാനപരമായിട്ടും ഒരു പാരമ്പര്യമുള്ള ഒന്നാണ് ഈ ആറ്റുവശ്ശേരി കളിത്തട്ട്. അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് വയൽവാണിഭം നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ കളിത്തട്ടും അതിനു ചുറ്റുമുള്ള പ്രദേശവും ആ വയലുള്ള പ്രദേശങ്ങളൊക്കെ ഇപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ചെറിയൊക്കെ എടുത്ത് അവിടെ അഗാധമായ കുഴികളൊക്കെ ആയെങ്കിൽ പോലും പണ്ട് കാലത്ത് നമ്മുടെ ദൂരെ നിന്ന് പോലും പിന്നെ കാള, പോത്ത് അങ്ങനെയുള്ള ജീവികളെ കച്ചവടം ചെയ്യുന്നതിനോട് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ആ കച്ചവടം ചെയ്തതിന് കൊണ്ടുവരുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കളത്തട്ടിൻ്റെ തൊട്ട് കിഴക്കുവശത്തായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഒറ്റക്കല്ല് നിർമ്മിച്ച ഒരു തൊട്ടി, കൽത്തൊട്ടി, ഒറ്റക്കല്ല് നിർമ്മിച്ച ഒരു കൽത്തൊട്ടി ഉള്ളത്. മാത്രമല്ല അന്നത്തെ വയൽവാണിഭം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ പണ്ടുകാലത്ത് മുറം, വട്ടി, കുട്ട, പിന്നെ അലൂമിനിയം പാത്രങ്ങൾ, ഓടുപാത്രങ്ങൾ, ഇങ്ങനെ എന്ന് വേണ്ട എല്ലാം അവിടെ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വയൽ വാണിഭമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊരു സാംസ്കാരികമായ ഒരു പാരമ്പര്യത്തിനെ കുറിച്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു വിശ്വാസപരമായെന്ന് പറഞ്ഞാൽ, ഈ കളിത്തട്ടെന്ന് പറയുമ്പോൾ പുത്തൂർ കണിയായി പൊയ്ക
ഭഗവതി ക്ഷേത്രവുമായി വളരെ അടുത്ത ഒരു ബന്ധം ഇതിന് ഐതിഹ്യപരമായി പറയുന്നുണ്ട്. അതായത് ഭഗവതി ഇവിടെ വന്നിരുന്നിട്ടാണ് കണിയാപുരിയിലേക്ക് പോയി എന്നൊരു ചരിത്രത്തിൽ ഐതിഹ്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല 12 വർഷത്തിലൊരിക്കൽ പുത്തൂർ കണിയാപുരിക ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതി പിന്നെ ആറ്റുവാശ്ശേരി, പുത്തൂര്, ആറ്റുവാശ്ശേരി, പിന്നെ മൈലംകുളം, പുത്തൂർ ഈ 3 കരകളിലേക്കും യാത്രയാകുന്നത് ആദ്യം പിന്നെ കണിയാപുരിക ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം വന്നിരിക്കുന്ന സ്ഥലം ഈ ആറ്റുവാശ്ശേരി കളത്തട്ടാണ്. 12 വർഷത്തിൽ ഒരിക്കലും നടക്കുന്ന ഈ ഊരുവലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. പിന്നെ ഇതിന് പിന്നെ അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഈ കളത്തട്ടിൽ വെച്ചിട്ട് ആരും ആഹാരമൊന്നും കഴിക്കാറില്ല. ധാരാളം ആളുകൾ വന്നവിടെ ഇരിക്കാറുണ്ട്. പക്ഷേ അവർ ചെരുപ്പ് പോലും അഴിച്ച് താഴെ വെച്ചിട്ട് വളരെ പരിപാവനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് കാലത്ത് ഇപ്പം പിന്നെ മണ്ണടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മടത്തനാപ്പുഴ വഴി ആറ്റിലിറങ്ങി ആ മണലിലൂടെ വന്നിട്ട് ചിറ്റൂർ കടവിൽ കൂടെ വയലിൽ കൂടെ വന്നിട്ട് ആദ്യമേ ഇരിക്കുന്ന ഒരു അത്താണി, നടന്നു പോകുമ്പോൾ ആദ്യം വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കടുത്തട്ട്. മാത്രമല്ല പണ്ടത്തെ ഒരു പ്രത്യേകതയാണല്ലോ, ഈ പോകുന്ന വഴിക്ക് പോകുന്ന നടവരമ്പിലൂടെ പോകുമ്പോൾ 2 സൈഡിലും നെൽവയലുകളായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അങ്ങനെ ഒരു പാരമ്പര്യം അതുണ്ട്. മാത്രമല്ല ഈ കളത്തട്ടിൻ്റെ മറ്റൊരു സുഖം, അവിടെ ഇരുന്നാൽ നമ്മൾ ഉറങ്ങുന്നത് അറിയത്തില്ല. ഒരു AC യിലിരിക്കുന്ന പ്രതീകമാണ്. ആലും മാവും കൂടെ ചേർന്നതായതുകൊണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഈ കളത്തട്ടിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ഓല മേയുന്ന ഒരു കളത്തട്ട് വളരെ അപൂർവമായിട്ടുള്ളൂ. ഇവിടെ 1-2 സ്ഥലങ്ങളിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓല മേയുന്ന ഒരു കളത്തട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. മണ്ണടി ഉച്ചബലിക്ക് പിന്നെ സംഭാരം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മണ്ണടി ഉച്ചബലിക്കും കണിയാപുരിക മീനഭരണി ദിവസവും ഇത് വിതരണം ചെയ്യാറുണ്ട്. ഇതിന് ചുമതലയായിട്ട് ആരോ ഉണ്ടെന്ന് അറിയപ്പെട്ടു. അതെ, ഇതിൻ്റെ ചുമതലക്കാരെന്ന് പറയുമ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ തുണ്ടിൽ കുടുംബത്തിൻ്റെ ആണ് ഇതിൻ്റെ അവകാശികൾ. അതിനോട് ചേർന്ന് ഒരു കുറേ സ്ഥലം പിന്നെ വയലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് തുണ്ടിൽ വീട്ടിൽ തങ്കപ്പൻ പിള്ളയ്ക്കാണ് ഇതിൻ്റെ ഇപ്പോൾ അവകാശങ്ങളും ഇത് കെട്ടിമേയുന്നതും. ഈ 2 പ്രാവശ്യം പോകുന്ന ആളുകൾക്ക് ദാഹശമനിയായിട്ട് സംഭാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇനി നേരത്തെ ഒന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഈ കല്ലടയാറ്റ് ജലം പൊന്തി കഴിയുമ്പോൾ, ജലം ഉയർന്നു വന്നു കഴിയുമ്പം ഈ കളത്തട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ മുങ്ങിക്കഴിഞ്ഞപ്പോഴേ പിന്നെ ഇത് ഒലിച്ചങ്ങ് വെള്ളത്തിലൂടെ അങ്ങ് ഒഴിച്ചങ്ങ് പാടത്തേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ കളത്തട്ടിൻ്റെ മേൽക്കൂര ഒരു കമ്പിയുമായി ഈ കളത്തട്ടിൻ്റെ കല്ലിൽ ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഐതിഹ്യം വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു ശില്പചാതുരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കഴുക്കോലുകളെല്ലാം ചെന്നിട്ട് ഒന്നിലാണ് ഇങ്ങനെ സംഗമിച്ചിരിക്കുന്നത്. ഇന്ന് കണ്ടു കാണുമല്ലോ, കണ്ടു കാണും. അങ്ങനെ വളരെ ബൃഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു സ്മൃതി കുടീരമെന്ന് തന്നെ പറയാം ഈ കളിത്തട്ടിനെ കുറിച്ച്. എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒന്നായി മാറും. നമുക്ക് നമ്മുടെ ഒരു ഗൃഹാതുരത്വവും നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒന്നാണിത്.